നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ള പെട്ടിയും കവറും എല്ലാത്തിലും നമ്മൾ തപ്പുണ്ട്. വൃത്തിയാക്കി വെച്ച റൂമാണ്. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താവുമോ? നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാനിപ്പോൾ എന്താ തപ്പണേന്ന്. വേറൊന്നുമല്ല, ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. അവസാനം നമുക്കത് കിട്ടി. കാരണം ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിക്കണം നമ്മുടെ റൂം. തണുപ്പെന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരിക ഇതേപോലത്തെ ഒരു പെൽട്ടറൽ മൊഡ്യൂളായിരിക്കും കേട്ടോ. ഇതെന്താണെന്നറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിലേക്ക് നമ്മൾ പവർ കൊടുക്കുമ്പോൾ ഒരു സൈഡ് ചൂടും ഒരു സൈഡിൽ തണുപ്പും വരും കേട്ടോ. അത് നമ്മൾ അതിനുള്ള പരിപാടി തുടങ്ങി. എവിടുന്നൊക്കെയോ ഒരു ഹീറ്റ്സിങ്ങും എക്സോസ്റ്റ് ഫാനൊക്കെ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. പഴയ ഒരു കമ്പ്യൂട്ടറിനൊക്കെ നല്ല പൊടിയാണ്. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി വന്നപ്പോഴാണ് ഇതിന് 4 വയർ. സാധാരണ ഫാനിനൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് 2 വയറിലുണ്ടാവുള്ളൂ. ഇതിപ്പോൾ എന്താവോ 4 എണ്ണം. വേറൊന്നല്ല, ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം PWM, പിന്നെ ഒരെണ്ണം അതിൻ്റെ സ്പീഡ് എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് അതറിയാൻ. അപ്പോൾ വയറുകളൊക്കെ സെറ്റായത്. ഇനി നേരെ ഹീറ്റ്സിങ്ങും വെച്ച് പെൽട്ടർ മോഡലും വെച്ച് കിണ്ണം കാച്ചൊരു കൂളറാണ് സെറ്റ് ചെയ്യുക. നമ്മളങ്ങനെ ഹീറ്റ്സിങ് ഫാനുമ്പോൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൽട്ടർ മോഡലും നമ്മൾ 12 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ തണുപ്പും അപ്പുറത്തെ സൈഡിൽ നല്ല ചൂടും വരും കേട്ടോ. അപ്പോൾ ആ ചൂട് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിനെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ 12 വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തു കേട്ടോ. ഇത് അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. എക്സോസ്റ്റ് ഫാൻ നല്ല കിണ്ണം കാഴ്ചയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെൽട്ടർ മൊഡ്യൂൾ ചതിച്ചു. പെൽട്ടർ മൊഡ്യൂൾ വർക്കാവുന്നില്ല. നല്ല വാവ് ആയിട്ടല്ലേ. അങ്ങനെ ആ പ്ലാൻ പൊളിഞ്ഞു. നമ്മളങ്ങനെ അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ കളിമൺ തലയിൽ ഉദിച്ച അടുത്ത ഐഡിയയും കൊണ്ട് ഒരുമാതിരി ഫിറോസ്കാരനെ രതീഷ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു വലിയ പാത്രം കൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ടോ. നമ്മളതിൽ വലിയ ഫാനൊക്കെ വെച്ചിട്ട് അടിപൊളി കൂളർ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ ഒളിക്കാൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത്. ഇത് ഓട്ടോ ഒളിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ പാത്രവും ഓട്ടോ ഒളിച്ച് ആകെ കോളാക്കി വെച്ചേക്കാണ്. ഇനി അധികം പാത്രമൊന്നും ഇല്ല ഞാൻ ഓട്ടോ ഒളിക്കാത്തത്. അങ്ങനെ ആ പ്ലാനും പോയി. ഇനി പഠിത്തത് എന്ത് എന്നാലോചിച്ച് തേരാപ്പാര നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ക്ലിക്ക് എന്നും പറഞ്ഞ് കത്തിയത്. വേറൊന്നുമല്ല, ഓടൊരു പ്രത്യേക ഷേപ്പിൽ പൊട്ടിച്ച് അതേപോലെ വച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കാറ്റ് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളമൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ അതും ശരിയായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനോ ആവശ്യത്തിനോ വെച്ച ഓടാണ്. ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ചീത്ത വെക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത ഐഡിയയും കൊണ്ട് ഞാൻ വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ആ റൂം തണുപ്പിച്ചെടുക്കണം. നമ്മുടെ പെൽട്ടർ മൊഡ്യൂളിൻ്റെ ഒക്കെ ഐഡിയ കിണ്ണം കാച്ച ഐഡിയ ആയിരുന്നു. ബട്ട് സംഭവം അടിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് നമുക്കൊരു പവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം. നമുക്ക് ഈ സമയം പെട്ടെന്ന് കഴിയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ റൂമിൽ ഇരിക്കുന്ന ഫാൻ. ഇത് കേൾക്കുമെന്നറിയില്ല. ഇപ്പോൾ ഒരു വെയിലത്ത് കുറേ നേരം റെക്കോർഡ് ചെയ്യണം. നമ്മുടെ മൈക്ക് പെട്ടെന്ന് സീനായി. 3 വീഡിയോ എടുത്താലും ഒച്ചയില്ല. ഇതിൽ സെറ്റ് ആയിട്ടാണെന്ന് തോന്നണേ. അപ്പോൾ നമ്മൾ ഫാൻ എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റുണ്ട് ഇതേ. അപ്പോൾ ഇതാണ് ഫാൻ. നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നോർമലി നമ്മൾ പ്ലഗ് കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിലുള്ള ഒരു എയറിനെയാണ് ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് പുള്ളി ചെയ്ത് തരുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോണ പരിപാടി ഈ ബാക്കിൽ എങ്ങനെയാണ് തണുപ്പിക്കണം. സോ നമുക്ക് ഇനി ഇവിടെ അടുത്ത പരിപാടി നോക്കാം. നമുക്ക് വേറെ രീതിക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. സോ തണുതേർ വരുന്നൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് എന്നിട്ട് ഇവിടെ ചെറിയ നമ്മളൊരു മോട്ടർ പിടിപ്പിക്കും. അതായത് എന്തെങ്കിലും ഐസിട്ട വെള്ളമാണെങ്കിൽ ഐസിട്ട വെള്ളം, നോർമൽ വെള്ളമാണെങ്കിൽ നോർമൽ വെള്ളം. അപ്പോൾ വെള്ളം ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു തണുപ്പ് കിട്ടും. സോ ഇത് നമ്മൾ വയ്ക്കുന്ന ഈ ഫാനിൻ്റെ ബാക്കിലായിരിക്കും. അപ്പോൾ ഈ ഒരു തണുപ്പിനെ നമ്മൾ ബാക്കിലത്തെ കാറ്റാണല്ലോ ഫ്രണ്ടിലേക്ക് വിടുക. ഈ ഒരു ഫാൻ ഫ്രണ്ടിലേക്ക് വിടും. അങ്ങനെ തണുപ്പ് കിട്ടും. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് റൗണ്ടായിട്ട് ഫാനിൻ്റെ ബാക്കിലൊന്ന് സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഇത് പ്ലാൻ ചെയ്യണം. കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. ഞാൻ ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രൈപോഡിലൊക്കെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യലൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ വേണം. ഓൾറെഡി നമ്മളെടുത്ത പൈപ്പ് ഇത്തിരി ചെറുതായി പോയി. കാണുമ്പോൾ സിമ്പിളാണെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ പൈപ്പ് അവിടെ പിടിക്കുക. ഞാൻ ആദ്യം ഉപയോഗിച്ചാൽ ഗ്രില്ലൊക്കെ ഒരു കോപ്പർ വയർ വെച്ച് നമുക്ക് ചെയ്യാമെന്ന്. പക്ഷേ അതിന് ഒരുപാട് കോപ്പർ വയർ വേണം, ഒരുപാട് ടൈം വേണം. അത് ഊരിയെടുക്കാനും പാടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ടേപ്പ് ഒട്ടിക്കാം കേട്ടോ. ടേപ്പ് ഒട്ടിക്കൽ ഒട്ടും നല്ല പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം വന്ന് ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും അത് വിട്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്തായാലും ടേപ്പ് ഒട്ടിക്കണം. കാരണം അത് സ്ട്രക്ചർ കിട്ടിയാലേ ബാക്കി പണി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇടയ്ക്ക് തന്നെ ഫാൻ പിടിച്ച് സഹായിക്കാൻ എൻ്റെ അമ്മൂമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ചുറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ടോ. എൻ്റെ കുറേ ഇപ്പോൾ എൻ്റെ അമ്മൂമ്മ കേട്ടോ സഹായിക്കാനിരിക്കണത്. അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതുപോലെ കറങ്ങി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഒരു പൈപ്പിൻ്റെ എല്ലാത്തിനും മുകളിൽ കൂടി കണ്ട് എടുത്തേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് വരുമ്പോൾ അടി കൂടെ വരുമ്പോൾ ഓരോ പൈപ്പ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇവിടെ മൊത്തം പൊട്ടിപ്പോവും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്കെൽട്ടൺ സ്ട്രക്ചർ പോലെ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കണേ. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അത്രയും പ്ലാൻ ചെയ്തൊന്നും എത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ വെള്ളം കടത്തിയിട്ട് എന്തായാലും സംഭവം ആകെ ഇളകി പറഞ്ഞു പോരും. അത് മാത്രമല്ല ഇത്രയും ടേപ്പുകളാണ് ഇവിടെ ഉള്ളത്. അധികം കാറ്റും ഇതിന് വലിക്കാൻ പറ്റില്ല. സോ ഇത് മൊത്തം കൊളായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ചുറ്റുകളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സെറ്റാവും. നമ്മുടെ ഇതിപ്പോൾ രണ്ടാമത്തെ ടേപ്പ് തുടങ്ങിയിട്ട് ഒരു ടേപ്പ് മൊത്തത്തിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ടേപ്പ് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം വന്നേക്കുക കേട്ടോ. ഇത് മൊത്തം നിങ്ങളാണ് സിമ്പിളാണ്. ജസ്റ്റ് ഫാൻ്റെ ബാക്കി കുറച്ച് പൈപ്പ് അങ്ങോട്ട് ഒറ്റി ടേപ്പ് ഒട്ടിച്ചാൽ പോരെയെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നല്ല പാടാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒട്ടിച്ച് വരുമ്പോൾ അവിടെ ഇളകിപ്പോരും, അവിടെ ഒട്ടിക്കുമ്പോൾ ഇവിടെ ഇളകിപ്പോരും. നമ്മളെന്തിനെ ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലാണ് അടുത്ത പരിപാടിയുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തത് അമ്മൂമ്മ ഇരിക്കേണ്ടതിനെ സഹായിച്ചിട്ട് വയ്യണ്ടായി ഇല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഈ സാധനം മൊത്തത്തിൽ അഴിഞ്ഞു പോയി കേട്ടോ. അതായത് ഫാൻ വെച്ച് ടേപ്പ് ഇടയിലൊക്കെ ഒടുങ്ങി വീണ്ടും പോയി. അപ്പോൾ നമ്മൾ വീണ്ടും സെറ്റാക്കി എടുത്തേക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഒരു ചെറിയൊരു അബദ്ധം പറ്റി. വേറെ ഒന്നുമല്ല, നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചിറ്റിയിട്ട് ഇവിടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഇവിടെ കുറച്ച് ബലപ്പെടുത്തിയിട്ട് നമുക്ക് വെള്ളം കടത്തി വിട്ടാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കാറ്റ് വലിച്ചെടുത്തിട്ടാണ് ഇത് ഫ്രണ്ടിലേക്ക് വിടുക. അപ്പോൾ നമ്മളിവിടെ ഇത്രയും ടേപ്പ് ഒട്ടിച്ചു, ഇവിടെ പൈപ്പൊക്കെ വെച്ചു. പൈപ്പ് വെച്ചാൽ തന്നെ ഈ ഒരു കാറ്റെടുക്കാനുള്ള ഒരു സ്ഥലം ഏരിയ അതിന് കുറയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചുറ്റുകൾ വെച്ചപ്പോൾ ഇത്രയും ഏരിയാസ് അതിന് കുറയാണ്. തണുപ്പ് കിട്ടുന്നതിൽ കൂടി ആ ഒരു എയറിൽ നിന്ന് എടുക്കുന്ന ഒരു സ്പീഡിൽ ഇനി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേറൊരു ഐഡിയ കണ്ടെത്തണം. ഇനി ഇവിടെ വെച്ച് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ കുറച്ച് ഇത്രയും ബാക്കിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതിന് കാറ്റ് വലിക്കാനും സ്ഥലം കിട്ടും. ഇവിടെ തണുപ്പുണ്ടെങ്കിൽ കാറ്റിൻ്റെ ഒപ്പം ഈ തണുപ്പ് കൂടി ഇത് വലിച്ചോളും. സോ നമ്മൾ ഈ ഒരു സംഭവം ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചർ പോലെ കൊടുത്ത് ഇത്തിരി ബലപ്പെടുത്തിയിട്ട് ബാക്കിലേക്ക് ആക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളൊരു കമ്പി കയറ്റിയിട്ട് കമ്പി വളച്ചെടുക്കാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ കമ്പിയൊന്നുമില്ല. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കാണെങ്കിൽ കാശ് കുറവാണ്. നമുക്കപ്പോൾ ഇതേപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ടേപ്പ് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കണ്ടോ ഇവിടെ നടുക്ക് ടേപ്പില്ല. അവിടെ നല്ല രീതിക്ക് ടൈറ്റായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ വച്ചൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 2 സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതെ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ടേപ്പ് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇതേപോലെ ഒട്ടിക്കാൻ പോകണ്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒട്ടിച്ചെടുത്തപ്പോഴേക്കും നമ്മളൊരു വഴിയായി. ഒന്നും പറയാൻ പോലും പറ്റണില്ല, അത്രയും ടയർഡായി നമ്മൾ കേട്ടോ. നമ്മൾ രാത്രി 3:30 വരെയൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് വർക്ക് ചെയ്താണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ചിലതൊക്കെ ഊരിപ്പോരും, ചിലതൊക്കെ വീണ്ടും വീഴും. നമ്മളപ്പോഴും രാത്രി വരെ കുത്തിയിരുന്ന സംഭവമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പൈപ്പ് നമ്മൾ നേരെ വെള്ളത്തേക്ക് കൊടുക്കണം.
ഒരു പൈപ്പിൽ നമ്മൾ മോട്ടർ വെച്ചിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കണം. അങ്ങനെയാണ് പ്ലാൻ. സംഭവം നമ്മൾ പൈപ്പ് എടുത്താൽ നന്നായിട്ട് ചെറുതായി പോയിട്ടോ. അതാണ് മെയിൻ പ്രശ്നമായി പോയത്. നമ്മളെന്തായാലും ഐസ്ക്രീം സ്റ്റിക്ക് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കൂടെയൊക്കെയാണ് കേട്ടോ വെള്ളം അടിപൊളിയായിട്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ തണുത്തിട്ട് ഫ്രണ്ടിൽ കൂടെ നല്ലൊരു കാറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പാണ് നമ്മൾ ഫൗണ്ടൻ പോലെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഫാൻ്റെ ആ ഒരു മോട്ടർ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്നൊക്കെ, പക്ഷേ പൈപ്പ് ഭയങ്കര ചെറുതായി പോയി. അതിനുശേഷം വാട്ടർ പമ്പ് എടുത്തപ്പോഴോ അത് നമുക്ക് നല്ല അടിപൊളി പണിയായിരുന്നു. കാരണം കുറേ നാളായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. നമ്മളത് തുറന്ന് അതിൻ്റെ ലീഫോ ടൊമാറ്റോ എന്താണ്ടൊക്കെ ചെയ്ത് ആ സംഭവം സെറ്റായി. പിന്നെ അറ്റത്തൊക്കെ ആകെ പൊട്ടിയിട്ട് ഒട്ടിച്ച് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ അത് ബക്കറ്റിൽ കൊണ്ടുവച്ചു. നമ്മൾ ബക്കറ്റ് ഓട്ടയം തുളയ്ക്കാനുള്ള കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വെള്ളം വന്നല്ലോ, അതിനെന്തെങ്കിലും സെറ്റപ്പ് ഇല്ല ഈ ബക്കറ്റിൽ തന്നെ ചെയ്യണം. പിന്നെ ഇതിന് നമ്മൾ വയർ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിൻ്റെ വയർ ചെറുതായിരുന്നു. പഴയ സോൾഡർ കൊണ്ട് ഒരു സോൾഡറിങ് അതിൻ്റെയൊക്കെ കട്ട് ചെയ്തെടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തേക്കണ വയറിന് അത്യാവശ്യം നീളം കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നീളത്തിലാണ് പ്ലഗ് എന്തെങ്കിലും കുത്താൻ പറ്റും. അതിനുശേഷം ഇതുപോലത്തെ പൈപ്പിൻ്റെ എന്താ എൽബോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു സംഭവം കൂടി എടുക്കുക. കാരണം തിരിച്ച് വെള്ളം ഇങ്ങോട്ട് വരണമല്ലോ. പൈപ്പിന് അധികം നീളമില്ലാത്തതുകൊണ്ട് നമുക്കൊരു വാട്ടർഫാൾ പോലെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നൈസായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ബക്കറ്റിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള പൈപ്പ് നേരെ ഇതിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്ക് പോലെ അവിടെ ഇരുന്നോളും. പിന്നെ നമ്മൾ മുകളിലേക്ക് വലിച്ചെടുക്കാണ്ടത് വരില്ല, സൈഡിൽ കൂടെ അങ്ങനെ വരില്ല കേട്ടോ. മാത്രമല്ല വെള്ളം കുറച്ച് ചെരിഞ്ഞു കൂടി ബക്കറ്റിൽ വീണോളും. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ പ്ലഗ് പോയിൻ്റ് ഉണ്ട്, അവിടെ കുത്തും. നമ്മൾ പറഞ്ഞല്ലോ പൈപ്പിന് ഇത്തിരി നീളം കുറവാണ്. അതുകൊണ്ട് സ്റ്റൂളൊക്കെ വെച്ച് ഡൈപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എന്തൊക്കെയോ ഇതിലാണ് നമ്മൾ അവസാനം ഈ ബക്കറ്റ് വെച്ചേക്കണേ. ഫാനിമിലേക്ക് കുറച്ച് സ്റ്റൂള് കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെരിഞ്ഞിരിക്കാണ്ടിരിക്കാനാണ് നമ്മൾ സൈഡിൽ ഇത്തിരി പേപ്പർ വെച്ചേക്കണേ. ലാസ്റ്റ് പ്ലഗ് പോയിൻ്റെല്ലാം നമ്മൾ എക്സ്റ്റൻഷന്മാർ കൊടുത്തു. വേറെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബക്കറ്റിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റിൽ കാണിച്ചു തരികയാണ്. 36-something°C ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ എടുക്കുന്നത്. ഓരോ ഷോട്ടുകളും ചിലപ്പോൾ പല ദിവസങ്ങളായിരിക്കും, പല സമയങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലാതായിട്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഐസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ല ഐസൊന്നും കൊണ്ട് ഇടാനായിട്ട്. സോ നമുക്ക് എന്തായാലും ഓൺ ചെയ്യാം. ഇതെന്താവോ എന്തോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യാൻ പോവാണ്. നമ്മളെ ഫാൻ ഇത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാണ്. ഞാൻ ശരിക്കും ഭയങ്കര പേടിച്ചിട്ടാണ് ഓൺ ചെയ്തത്. അതായത് 3-4 ദിവസത്തെ കഷ്ടപ്പാടാണ്. എങ്ങാൻ ഗ്ലൂഗൻ വെച്ചപ്പോൾ എല്ലാം ഓവറായിട്ട് ചൂടായിട്ട് എങ്ങാൻ ഇത്തിരിയൊക്കെ ഓട്ടയൊക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ നിറച്ച് വെള്ളം റൂമിലാവും ഫാനുമിലാവും. ഭയങ്കര പേടിച്ചിട്ട് നമ്മൾ ഓൺ ചെയ്ത സംഭവത്തെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം വീണ് ഒച്ചയുണ്ട്, അതൊക്കെ നല്ല സാറ്റിസ്ഫൈങ് ആണ്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നേരത്തെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഇതിനും വലിയ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്യൂബ് മാറ്റി കോപ്പർ ട്യൂബോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നു. അറിയില്ല, നമുക്ക് കിട്ടിയത് വെച്ച് നമ്മൾ ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായി നമ്മുടെ ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എൻ്റെ റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വഴികൾ, അതായത് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും കാശ് ചുരുക്കുകയും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല റീച്ച് നല്ല കമൻറ്റൊക്കെ ഉണ്ടായി. പിന്നെ പരീക്ഷയും എക്സാമൊക്കെ കാരണം ഇത്തിരി ഡിലേ പിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ റീച്ചൊക്കെ കുറഞ്ഞു. പ്രത്യേകിച്ച് കമൻറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞുണ്ട്. റീച്ചൊക്കെ ഇപ്പോൾ അത്യാവശ്യം പതുക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റും ചെയ്തേക്കുക. ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നവർക്ക് സ്റ്റാറ്റസ് ഇടുക. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡബിൾ ട്രിപ്പിൾ സപ്പോർട്ടായിരിക്കും. കുറേ വെറൈറ്റി കണ്ടൻസൊക്കെ വരും കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വെറൈറ്റി ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ദേവനാരായണനോടൊപ്പം
ട്രൈപോഡും ഫോണും. ഓക്കെ ബൈ.